മുട്ടയിൽ കലക്കി വെറും ഒരു തവണ ചെയ്താൽ മതി. എത്ര വലിയ മുടി കൊഴിച്ചിലും സ്വിച്ച് ഇട്ട പോലെ മാറും. ഇത് ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പാക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ടും മുടിക്ക് നീളവും മുള്ളും പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ടും പറ്റുന്നതാണ്. 100% നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കണം അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരിക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Z ഗീതൂസ് ഹെയർ കെയർ. മാത്രമല്ല നമ്മളൊരു 6 വർഷമായിട്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടും കറുത്ത പാടുകളും കരിവാളിപ്പും വെറും 7 ദിവസം കൊണ്ട് മാറ്റി നിറം കൂടാനായിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ടും പ്രൊഡക്ട്സ് വാങ്ങാനായിട്ടും വാട്സപ്പ് അയക്കാം. ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ്, പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഉലുവ വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തലേദിവസം തന്നെ കുതിർത്ത് വയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഉലുവ അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്കിനും വേണ്ടത്. നന്നായിട്ട് ലെങ്ത്തും തിക്കുള്ള മുടിക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉലുവ എടുക്കണം കേട്ടോ. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. മുടി കൊഴിച്ചിൽ തടയാനായിട്ടും മുടി നന്നായി വളരാനായിട്ടും ഏറ്റവും മികച്ച പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളും പ്രോട്ടീനുകളും നമ്മളുടെ മുടിയിഴകൾക്ക് കൂടുതൽ ബലം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ഉലുവയിലെ പോഷകങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. ഒട്ടും ശക്തിയില്ലാത്ത മുടിവേരുകൾക്ക് ബലം കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കുന്നതാണ്. താരൻ പോലുള്ള പ്രശ്നങ്ങളും ചൊറിച്ചിലില്ലാതാക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഈ പാക്കിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നമുക്ക് അറിയാം മുടി വളർച്ച കൂട്ടാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറ്റാനും നല്ലതാണ്, അകാലനര ഇല്ലാതാക്കാനായിട്ടും നല്ലതാണ്. ഇതിനെല്ലാം സഹായിക്കുന്നത് കറിവേപ്പിലയിലുള്ള വിറ്റാമിൻ A, B, C, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ് കേട്ടോ. ഇത് മുടിവേരുകളെ ബലപ്പെടുത്താനായിട്ടും തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ്. ഹെയർ പാക്കിലെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് കേട്ടോ. മുട്ടയുടെ സ്മെല്ല് കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉപയോഗിക്കാം. ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല ആളുകളും മുടിയിലേക്ക് മുട്ടയുടെ വെള്ള മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അങ്ങനെയല്ല, മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരേപോലെ തന്നെ മുടി വളർച്ച കൂട്ടുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കറിവേപ്പില നന്നായി കഴുകി അതിലേക്ക് അതിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളം മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറവ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഉലുവ കുതിർത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് സ്കാൾപ്പിലും ഹെയറിലും ഒത്തിരി നേരം വെച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല തിക്കായിട്ടുള്ള പാക്കാണ് കേട്ടോ. ഇത്രയും തിക്ക് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ലൂസാക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ നമ്മുടെ തലയിൽ ഇരുന്നാലും ജലദോഷമൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇത്രയും തിക്കിൽ എടുത്തേക്കണത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആ പാത്രത്തിൽ ഉലുവ കുതിർത്ത വെള്ളം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം. ഷാമ്പു ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് കേട്ടോ. മുടിയുടെ ആരോഗ്യത്തിനായാലും മുടി വളർച്ച കൂട്ടാനായാലും മുട്ട വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള പ്രോട്ടീനും ബയോട്ടീനുമാണ് നമ്മളുടെ മുടിയിഴകളെ കൂടുതൽ ബലം കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ തടയാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത്. മാത്രമല്ല മുടി വേഗത്തിൽ വളരാനായിട്ട് മുട്ടയിലുള്ള പ്രോട്ടീൻ സഹായിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കൂടുതൽ നാച്ചുറലായിട്ട് തന്നെ തിളക്കം കിട്ടാനായിട്ട് മുടിയിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റി മൃദുത്വം കൂട്ടാനൊക്കെ ആയിട്ട് മുട്ട വെച്ചിട്ടുള്ള പാക്ക് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് ആണുങ്ങൾക്കായാലും ചെയ്യാവുന്ന ഒരു പാക്കാണ്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, മുട്ടയുടെ വെള്ളം മാത്രമാണ് മുടി വളർച്ച കൂട്ടുന്നത്. ഒരിക്കലും അല്ല. മുടി പൊട്ടിപ്പോകുന്നത് എല്ലാ ആളുകൾക്കുള്ള വലിയൊരു പ്രശ്നമാണ് കേട്ടോ. മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാനായിട്ട് മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് കൂടുതൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ മുടി ഡാമേജ് ആയതൊക്കെ മാറ്റാനായിട്ട് മുട്ടയിലുള്ള മഞ്ഞക്കരുവിലുള്ള പ്രോട്ടീനും വിറ്റാമിനും ഒക്കെയാണ് കൂടുതൽ സഹായിക്കുന്നത് കേട്ടോ. ഈ ഒരു പാക്ക് ആഴ്ചയിൽ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാക്കുകളൊക്കെയും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്.
അത്രയധികം ഗുണമുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. മുടി വളർച്ച കൂട്ടാനായാലും മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായാലും എല്ലാ ഏജുകാർക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള നാച്ചുറൽ ടിപ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ 6 വർഷമായിട്ട് കൊടുക്കുന്ന നമ്മളുടെ ഹെയർ ഓയിലിനെ കുറിച്ച്, സ്കിൻ വൈറ്റനിങ് ഓയിലിനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക. ഉപയോഗിച്ചവരുടെ റിസൾട്ടും ഫുൾ ഡീറ്റെയിൽസും ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.